മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങളില്ല. 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറ കൂടി സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ സൗത്ത് DFO ജി ധനിക്ലാൽ പറഞ്ഞു. അതിനിടെ കുങ്കിയാന ആക്രമിച്ച പാപ്പാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അതിനിടെ കൂട് സ്ഥാപിക്കാൻ അനുമതി തേടിയുള്ള കത്തിൽ നടപടി ഉണ്ടായില്ലെന്നുള്ള വിവരങ്ങളും പുറത്തുവന്നു. രാവിലെ 7 മണിയോടെ ദൗത്യം പുനരാരംഭിച്ചു. കടുവയെ നിരീക്ഷിക്കുന്നതിനായി 50 ക്യാമറയും 2 കൂടുകളുമാണ് സ്ഥാപിച്ചിരുന്നത്. അധികമായി 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും 1 കൂടും കൂടി സ്ഥാപിക്കും. നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങളൊന്നും ലഭ്യമായില്ലെന്ന് നിലമ്പൂർ സൗത്ത് DFO ജി ധനിക്ലാൽ പറഞ്ഞു. ഇന്ന് നമ്മൾ കുറച്ചധികം ലൈവ് ബൈറ്റ്സ് കൂടുതലായി അവിടെ വച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻസ് പുരോഗമിക്കുന്നത്. തെർമൽ ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇതിനിടെ കടുവ ദൗത്യത്തിനായി എത്തിച്ച കുഞ്ചു എന്ന കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു. വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന പാപ്പാൻ അഭയകൃഷ്ണയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. ഗുരുതരമായ പരിക്കുകളല്ല, ആശങ്കയൊന്നുമില്ല. ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ പരിശോധിച്ച ശേഷമേ കുങ്കിയാനകളെ ദൗത്യത്തിന് ഉപയോഗിക്കാറുള്ളൂവെന്ന് DFO പറഞ്ഞു. ഇതിനിടെ വനംവകുപ്പിന്റെ അനാസ്ഥ വ്യക്തമാക്കുന്ന കത്ത് പുറത്തുവന്നു. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതിന് 3 മാസം മുമ്പ് അനുമതി തേടിയിരുന്നുവെങ്കിലും ലഭിച്ചില്ല. കൂട് സ്ഥാപിക്കാനായി 2 തവണയാണ് നിലമ്പൂർ സൗത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്ത് നൽകിയത്. കടുവ ദൗത്യത്തിനിടെ നിലമ്പൂർ സൗത്ത് DFO ധനിക്ലാലിനെ സ്ഥലം മാറ്റിയതിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് വിവാദ കത്ത് പുറത്തുവന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.